ആര് മട്ടൻ മേടിക്കാണ്ടി വന്നാലും ശരി. രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ആ മട്ടൻ മേടിക്കാൻ ഇറങ്ങിയത്. ചെറിയ മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു അന്നേരം. ആര് മട്ടൻ മേടിക്കാണ്ടി വന്നാലും ശരി, ആ ഒരു പോർഷൻ ഫുള്ളായിട്ട് എടുത്താലേ കൊണ്ടുപോകുന്നവർക്ക് പ്രയോജനം ഉണ്ടാകും. അതിൻ്റെ അകത്ത് ബീഫ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് കടത്തി എടുക്കാൻ പറ്റത്തില്ല. ഗ്യാരണ്ടി 100% ഗ്യാരണ്ടി ഉണ്ട്. അങ്ങനെ നേരെ എത്തിയത് കായംകുളത്ത് മാർക്കറ്റിലോട്ടാട്ടോ. ഇവിടെ മട്ടനും ബീഫും എല്ലാം കിട്ടും. ഇവിടെ നമ്മൾ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുമ്പോഴേ എല്ലാവരും കൂടെ ഇറങ്ങി വിളി തുടങ്ങും, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. മട്ടൻകാർ ഒരു സൈഡിൽ, ബീഫുകാർ ഒരു സൈഡിൽ, എല്ലാവരും കൂടെ കിടന്ന് വിളിയുക. ഞങ്ങൾ ഇതിന് മുന്നേ ഈ അച്ഛൻ്റെ അടുത്തു നിന്നാണ് മട്ടൻ മേടിച്ചിട്ടുള്ളത്. നല്ല മട്ടൺ ആയതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഈ അച്ഛൻ്റെ ഇത് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ച്. മട്ടനെല്ലാം വെട്ടി കഷ്ണങ്ങളാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചാൽ നെയ്യ് ഇടണമെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു ഇച്ചിരി ഇട്ടോന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു ഇച്ചിരി എടുത്തിട്ട്. ഞങ്ങൾ 1 കിലോ മട്ടനേ മേടിച്ചോളൂ കേട്ടോ. ഇവിടെ 1/2 കിലോയും കൊടുക്കും. 1 കിലോ മട്ടൺ 800 രൂപയാണ് ഇപ്പോഴത്തെ വില. ഇവിടെ വന്നാൽ നല്ല ആട്ടിറച്ചി കിട്ടും കേട്ടോ. കുറച്ച് ദിവസം കൊണ്ടേ വിചാരിക്കുന്നു ഗീ റൈസും മട്ടൻ കറിയും കഴിക്കണമെന്ന്. പക്ഷെ മട്ടൻ്റെ വില ഓർക്കുമ്പോൾ ആ പരിസരത്തോട്ട് അടുക്കാനേ തോന്നത്തില്ല. 800 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 2 കിലോ പോത്തിറച്ചി മേടിക്കാമല്ലോ. അന്നേരം വിചാരിക്കും അത് മേടിച്ചും കഴിക്കാമെന്ന്. പക്ഷേ ഈ പ്രാവശ്യം മനസ്സിനെ പറഞ്ഞതാക്കാൻ നോക്കിയെങ്കിലും ആഗ്രഹങ്ങളല്ലേ, മാറ്റി വെക്കരുതല്ലോ. ഞങ്ങളവിടെ നാട്ടിറച്ചി മേടിച്ചുകൊണ്ട് പോകുമ്പോഴും മഴച്ചാറ്റിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് കടയിൽ കയറി ജീരകശാല അരിയും കൂടെ അങ്ങ് മേടിച്ചു. അയ്യോ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോക്കിയേ, 1 കിലോ മട്ടനൊന്നും മേടിച്ചാൽ ഒന്നും ഇല്ലെന്ന്. പിന്നെ നമ്മുടെ വീഡിയോയിൽ ആ ചേട്ടൻ പറഞ്ഞായിട്ടില്ലേ, മട്ടനൊക്കെ മേടിക്കാൻ ചെല്ലുവാണെങ്കിൽ ആ പോർഷൻ ഫുള്ളായിട്ട് അങ്ങ് മേടിക്കണമെന്ന്. അല്ലാതെ പോത്തിറച്ചിന് കണക്ക് മാംസം മാത്രമായിട്ടൊന്നും തരാൻ പറ്റത്തില്ലെന്നേ. അങ്ങനെ എന്തായാലും നമ്മൾ ആട്ടിറച്ചി എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി, ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കൊച്ചുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൂട്ടി പുരട്ടിയിട്ട് നമുക്ക് കുക്കറിനകത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. നമ്മളിപ്പോൾ എന്ത് സാധനം കുക്ക് ചെയ്താലും കുക്കറിനകത്ത് വെച്ച് ചെയ്യുന്നത് വല്ലതും ആണെങ്കിൽ എല്ലാം വാരി നിറച്ച് കുക്കറെടുത്ത് അടുപ്പ് വെച്ച് കഴിയുമ്പം വീട്ടിൽ അമ്മ ഉണ്ടെങ്കിൽ എത്ര വിസിലടിക്കണമെന്ന് ചോദിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. അമ്മച്ചേ, അമ്മ എത്ര അടിക്കണോ അമ്മ വിസില്? എത്ര അടിക്കണമെന്ന് പറ. 5-6 വിസിലടിച്ചാൽ മതി എന്നാ പറയാം. നമുക്ക് നോക്കാം. 5-6 വിസിലടിച്ച് ആകുമ്പോഴത്തേക്ക്, പക്ഷെ 5-6 വിസിലടിക്കുമ്പോഴത്തേക്ക് വേവോന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം എന്തായാലും. അങ്ങനെ എന്തായാലും അമ്മച്ചി പറഞ്ഞതുപോലെ തന്നെ ഒരു 5-6 വിസിലടിച്ചപ്പോഴത്തേക്ക് കുക്കറെടുത്ത് താത്ത് വെച്ചിട്ട് ഞാൻ ഗീ റൈസിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. ഗീ റൈസ് എന്ന് വെച്ചാൽ നെയ്ച്ചോറാണല്ലോ. അപ്പം നെയ്ച്ചോറിന് നെയ്യ് വേണമല്ലോ. അപ്പോൾ ആദ്യമേ നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുത്ത് ചൂടായി കഴിഞ്ഞപ്പം പെരുംജീരകവും കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഒരു വലിയ സവാള അരിഞ്ഞതുകൂടി ഇട്ട് കൊടുത്ത്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ജീരകശാല അരി മേടിച്ചുകൊണ്ട് വന്നില്ലായിരുന്നു. അപ്പോൾ അതൊരു 3 ഗ്ലാസ് എടുത്ത് കഴുകി ഇതിനകത്തോട്ട് ചേർത്ത് ഇച്ചിരി ഉപ്പൂടെ ചേർത്തൊന്ന് ഇളക്കി. എന്നിട്ട് ഈ 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ തീയൊക്കെ ഒന്ന് കുറച്ചിട്ടെ ഈ ചരി പോകുന്നൊരു 10-15 മിനിറ്റ് അടച്ചു വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ നെയ്ച്ചോറാവുമെന്നല്ല വേണ്ട, ആയി കഴിഞ്ഞിരിക്കുന്നു. അന്നേരം നമ്മുടെ നെയ്ച്ചോറ് അവിടെ സമാധാനത്തോടെ ഇരിക്കട്ടെ. ഇതിനിടയ്ക്ക് നമ്മുടെ മട്ടൻ്റെ വിസിലൊക്കെ പോയി അവിടെ ഇരിക്കുമായിരിക്കും. എന്തോ ഇല്ലയോ എന്ന് അറിയണ്ടായോ. അങ്ങനെ കുക്കർ തുറന്നു നോക്കിയപ്പോൾ എന്തായാലും പരുവത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൻ കറിയാക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി ഇച്ചിരി പെരുംജീരകവും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോടെ ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് സവാള അരിഞ്ഞതുകൂടി ഇട്ട് കൊടുത്ത് പിന്നെ പച്ചമുളകും സവാളയും കൂടെ ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ 2 കുഞ്ഞ് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതങ്ങോട്ടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിനി മസാലകൾ ചേർക്കണ്ടേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നമ്മൾ ഇതിന് മുന്നേ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ മട്ടൻ കറി വെക്കുന്നത് കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കുമല്ലോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തേട്ടോ.
ഇതൊന്ന് ചെറുതീരിരുന്ന് ഇളക്കുമ്പോഴത്തേക്ക് നമുക്ക് സവാളയെല്ലാം വറുത്തിട്ടുണ്ടേ നെയ്ച്ചോറിനകത്ത്. അപ്പോൾ സവാളയൊക്കെ ഞാൻ വറുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതാദ്യം ഇട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് പിന്നെ ഇച്ചിരി മല്ലിയില അരിഞ്ഞത് ഇട്ടിട്ട് പിന്നെ കുറച്ച് നെയ്യ് ഒന്ന് തൂവി കൊടുത്ത് എന്നിട്ട് ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ചേക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ നെയ്ച്ചോറ് ഇങ്ങനെ എടുക്കാവും. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞ് അപ്പോഴത്തേക്ക് നമ്മുടെ മട്ടൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി കറക്റ്റാണോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞ് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ലാസ്റ്റായിട്ട് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കഴിഞ്ഞ് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. ഇവിടാണ് ഇനി ഗീ റൈസ് അല്ല ഫ്രൈഡ് റൈസ് അല്ല ബിരിയാണി ഉണ്ടാക്കിയാലും അതിൻ്റെ കൂടെ സലാഡും പപ്പടവും മസ്റ്റ്. അതുകൊണ്ട് അതും ഇതിൻ്റെ ഇടയ്ക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ അടുക്കള മൊത്തം ഒരു മണമാണ് നെയ്ച്ചോറിൻ്റെയും മട്ടൻ കറിയുടെയും. അപ്പം മണം അടിക്കുമ്പം തന്നെ ചൂടോടെ കഴിച്ചേക്കണം. അതുകൊണ്ട് വേറെ ഒന്നും നോക്കിയില്ല, അവിടെ അടുക്കളയിൽ വെച്ച് തന്നെ പ്ലേറ്റ് അങ്ങോട്ട് എടുത്ത് ഗീ റൈസ് അങ്ങോട്ട് വിളമ്പി നമ്മുടെ മട്ടൻ കറി അങ്ങോട്ടിട്ട് പെരട്ടി കുഴച്ച് കഴിച്ചിട്ടുണ്ടല്ലോ. അയ്യോ എൻ്റെ പൊന്നോ എന്നാ രുചിയായിരുന്നു. അങ്ങനെ എന്തായാലും വീട്ടിലുണ്ടാക്കിയ നെയ്ച്ചോറും മട്ടൻ കറിയും കഴിക്കണമെന്നുള്ള ആഗ്രഹം എന്തായാലും പൂർത്തീകരിച്ചു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.